ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ഫോർത്ത് പാർട്ട് ഓഫ് അവർ അൽബേനിയൻ വ്ളോഗ്. അങ്ങനെ തെത്ത് വില്ലേജിൽ നിന്നും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് കൊമാനി ലേക്ക്. ഇപ്പോൾ ഇവിടെ സമയം 6:30 ഒരു 3-4 ചാർജറൊക്കെ വെച്ച് 3 ഫോണും മാക്സിമം ഓഫായി പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് കൊമാനിലേക്ക് നമുക്കൊരു റൂട്ടില്ല. തെത്ത് ടു സ്കോഡർ ആൻഡ് ടു കൊമാൻ ഏകദേശം ഒരു 3.5 hour. ശരിക്കും ഈ ടൈമിൽ ഈ റോഡിൽ കൂടെയുള്ള ഒരു റൈഡ് എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഏകദേശം ഒരു 10:30 ആകുമെന്നാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അവിടെ ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസ് കാസിൽ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. അവിടെ കുഴിയാണോ എന്ന് ഒരു പിടിയില്ല. മഴയുള്ള സമയത്ത് ഇവിടെ വരാനേ പറ്റില്ല, ഭയങ്കര റിസ്ക്കാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ നിന്ന് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, കൊമാനി ലേക്ക് ഫെറി. ആ ഫെറിയിലേക്ക് ജസ്റ്റ് 5 minutes എന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗസ്റ്റ് ഹൗസ് ചൂസ് ചെയ്തത്. നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോൾ ഒരു സമയമാക്കുമല്ലോ, പിന്നെ ഉറങ്ങി എണ്ണീറ്റ് രാവിലെ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തത്. ഗായ്സ്, നമുക്ക് ഇപ്പോഴും ആ മല ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതാണ് പ്രശ്നം, വീഡിയോ എടുക്കാൻ പറ്റില്ല. വലത്തെ സൈഡിലേക്ക് വളവ് വരുമ്പോഴത്തേക്ക് നീ കൈ പിടിച്ചോണ്ടിരുന്ന എനിക്ക് കാണണ്ടേ. തമാശ ഇത് കണ്ടോ ഗൈസ്, നമുക്ക് ആ മല ഇപ്പോഴും ഈ വെള്ളി മലകളൊക്കെ നല്ല വെളുത്ത് ഇങ്ങനെ തിളങ്ങുന്നു. നമുക്ക് വീഡിയോയിൽ കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റുന്നത്. വൈറ്റ് മല ഉണ്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിൻ്റെ എഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്, ആ മല വൈറ്റ് കളർ. എനിക്ക് തെത്തിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനല്ല, ഒരു പേടി ഉണ്ടായിരുന്നു ആ റോഡിൽ കൂടെ. കാരണം പകൽ സമയത്ത് നമ്മൾ കണ്ടാണല്ലോ ആ റോഡ് എങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര വളവും താഴെ കുഴികളും വലിയ കൊക്കയൊക്കെ ഉള്ള റോഡായിരുന്നു. അപ്പോൾ എനിക്ക് രാത്രിയിൽ അങ്ങോട്ട് പോകുന്നത് ഓർത്തിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ മാക്സിമം ഞങ്ങൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യണം എന്ന് വിചാരിച്ച് അത്ര കോൺഷ്യസ് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. നമ്മളിപ്പോൾ ഹൈ റേഞ്ച് കയറി ഇറങ്ങിയതാണ്. ഇനി അടുത്തതും വീണ്ടും ഒരു ഹൈ റേഞ്ച് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ വന്ന സ്കോഡർ വഴിയാണ് നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ലേക്ക്, അതായിരുന്നു ലേക്കിന് ഒരു അങ്ങോട്ടേക്കാണ്, കൊമാനി ലേക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കോഡർ വന്നിട്ട് വേണം നമുക്ക് കൊമാനിലേക്ക് പോകാൻ. ശരിക്കും തെത്തിൽ നിന്ന് കൊമാനിയിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് പോകാനായിട്ട് റോഡും കാര്യങ്ങളൊന്നുമില്ല. പകരം നമ്മൾ തെത്തിൽ നിന്ന് സ്കോഡർ എത്തി, സ്കോഡർ വന്നിട്ട് വേണം നമ്മൾ കൊമാനിയിലേക്ക് പോകാൻ. അതുകൊണ്ട് 3.25 മണിക്കൂർ ഡ്രൈവാണ് എക്കെയും നമുക്ക്. പെട്രോൾ ഓപ്പൺ ആക്കാനായിരിക്കും പറയുന്നത്. 1000. No. 1,000. Oh. 2,000 1,000 എന്ന് പറഞ്ഞവർക്ക് അറിയില്ല. 1000 ലീക്കിന് 6 ലിറ്റർ പെട്രോൾ അല്ലേ? 1000 ലീക്കിന് 6 ലിറ്റർ 1000 ലീക്ക് എന്ന് പറയുന്ന നാട്ടിൽ അല്ല, നമ്മുടെ 10 പൗണ്ട് 10 പൗണ്ട് 6 ലിറ്റർ. നമ്മുടെ UK കിട്ടുന്ന ഒക്കെ കുറച്ചും കൂടെ കൂടുതലാണോ എന്നൊരു സംശയം എനിക്ക്. അമ്മേ ബാ. നമ്മളിപ്പോൾ സ്കോഡർ സിറ്റിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയത്. ഈ പട്ടിവൻ ഭയങ്കര കോമഡി ആയിട്ടോ. ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ വിടുന്നില്ല. എന്തോ മുൻജന്മത്ത് കണ്ട പരിചയം പോലെ പിടിച്ചു നിർത്തിയിരിക്കുക. അവനെ കാണുമ്പോൾ അവൻ്റെ ഫുഡിൽ ചാടി പിടിക്കുന്നു, അവൻ്റെ ദേഹത്ത് കയറാൻ പോകുന്നു. ജന്മം ചെയ്ത അവനെ വിടത്തില്ല. കടയുടെ ഓണറേട്ടനെ വിളിച്ചിട്ട് അവസാനം ഞങ്ങൾ ചേട്ടാ ഞങ്ങളൊന്ന് അപ്പുറത്തൊന്ന് ക്രോസ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ പുള്ളി ഒന്ന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തു. അത് പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് നമ്മുടെ പുറകെ വരുമായിരുന്നു. ഇഷ്ടപ്പെട്ടോ പട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കടക്കാരനോട് എന്നിട്ട് ഞാൻ പറയും നീ പട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ആദ്യം വന്നിട്ട് ഷോ എന്നൊരു സാധനം കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ഈ പട്ടി വീണ്ടും വീണ്ടും ചാടി വരും. ഞാൻ പിന്നെ അകത്തോട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നൈസായിട്ട് മൈൻഡ് ചെയ്തില്ല.
ഞാനത്തെ കടക്കാരനെ വിളിച്ചിട്ട് നമ്മളെ കാറ് വരെ അയാളെ കൂട്ടുപിടിച്ച് കൊണ്ടുവരേണ്ടി വരും ഞാൻ വിചാരിച്ചു പണ്ടാളൊക്കെ വിട്ട് പട്ടിക്കൂടെ മേടിച്ചു കൊടുക്കണം, അല്ലാതെ അത് പട്ടിയോട് വിടത്തില്ല. അവനെ ചാടി കയറുമല്ലേ, അവൻ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്, തക്കടുമുണ്ടം പോലിരിക്കുന്ന ഒരു പട്ടി. ഭാഗ്യം ഞാൻ നീയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതി ഞാനിങ്ങനെ നടന്നു പോകുന്നു. സാധാരണ എനിക്കാണ് പണി കിട്ടുന്നത്. നൈസായിട്ട് അവിടെ നിന്നത്, അതൊന്ന് തിരിഞ്ഞ് അതൊന്ന് ശ്രദ്ധ മാറിയപ്പോ ഞാൻ നൈസായിട്ട് മറ്റേ ചാടി 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 ഞാനങ്ങാണ്ട് 10 കൊല്ലം വളർത്തിയിട്ട് ഞാൻ 2 കൊല്ലം മാറി തിരിച്ചു വന്ന കണ്ട സ്നേഹമാണ് പട്ടി കാണിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു പട്ടി. എന്റെ വീടെടുത്തായിരുന്നു, ഉറപ്പായിട്ട് ഞാൻ അവനെ കൊണ്ട് എന്റെ വീട്ടിൽ പോയനെ. ഇനി നമുക്ക് 1.5 മണിക്കൂറും കൂടെ ഉണ്ട് ഹോട്ടലിലേക്ക് എത്താൻ. അപ്പൊ അവിടെ നിന്ന് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു 11 മണിക്ക് മുമ്പ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. പക്ഷെ അവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടാണ് ഇവിടെ. പക്ഷെ നമ്മൾ എന്തൊക്കെയോ 1-2 വാക്കുകളൊക്കെ പറയും, അവരും തിരിച്ച് അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഇംഗ്ലീഷ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര എന്താ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. രണ്ടുപേരുടെ കുടുംബ ആക്ഷൻ സോങ് ആണ്. ഏതോ ഒരു വഴി ഞങ്ങൾ കയറി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ ഫോണിൽ നിന്ന് കംപ്ലീറ്റ്ലി നെറ്റ് പോയി. ഇപ്പം മുഴുവൻ റീറൂട്ടിംഗ് ആണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് റൈറ്റോ ലെഫ്റ്റോ വേറെ വഴികളും കാണിക്കുന്നില്ല. ഈ മലയുടെ മുകളിൽ ഇനി ആരാ വീട് കൊണ്ടുവെക്കുന്നത്? മല ഇറങ്ങി ഇറങ്ങണമെന്ന് തോന്നുന്നു, അപ്പുറത്തിറങ്ങണമെന്ന് തോന്നുന്നു. അവരിത് നേരത്തെ പറയായിരുന്നു, ചില ഒരു ഇതിങ്ങനെ കാണിച്ചിട്ട് പറയായിരുന്നു ഈ റൂട്ടുകളിൽ നെറ്റ് പിടിക്കത്തില്ല. ഇതുണ്ടോ, ഈ മലയുടെ ടോപ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അങ്ങനെ ടോപ്പിൽ തന്നെ. വീട്ടിൽ ഇനി എവിടെയെങ്കിലും സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മല ഇറങ്ങി അല്ലേ താഴെ ചെല്ലണം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല മുകളിലൊന്നും വീട് വെക്കുമെന്ന് തോന്നുന്നില്ല. ആകാശത്ത് വഴിയുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ വഴി ഇതൊക്കെ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. റൗണ്ട് ബോട്ടോ എന്തെങ്കിലുമൊക്കെ വന്നാൽ പെട്ടുപോകും കേട്ടോ. നമ്മള് എങ്ങോട്ട് പോവും വഴി അറിയാതെ. ഇവിടെ ഇനി എവിടെ റൗണ്ട് ബോട്ട് വെക്കണം? ആകാശത്തുണ്ട് റൗണ്ട് ബോട്ട് വെക്കാൻ പറ്റൂ? പറയാൻ പറ്റത്തില്ല. ഓലെ ചെവിയെ കിടന്നു. വേറെ 2 വഴി മെയിൻ വഴി തന്നെ ആയിരിക്കും, അല്ലാതെ എന്നാണെങ്കിലും മെയിൻ വഴി നമ്മൾ പിടിക്കത്തുള്ളൂ. മെയിൻ വഴി പിടിച്ചങ്ങ് പോകും. ഒറ്റ വഴിയാ കാണിക്കുന്നുള്ളൂ, ശ്രദ്ധിച്ചോ? കണ്ടോ? അത് വളവും തിരിവും ഒന്നുമില്ല, വേറെ വഴികളൊന്നുമില്ല. ഒറ്റ വഴിയാ മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കാം. എനിക്ക് തോന്നുന്നു ഈ മല ഇറങ്ങണം. മല കറങ്ങിയേ ഇറങ്ങുക. ചെവി അടഞ്ഞു. കുറച്ച് മുമ്പേ ചെവി തുറന്നത്. ഓ, വേറെ വണ്ടി വരുന്നുണ്ട്. ആംബുലൻസ് ആണല്ലോ. ഒരു മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തിട്ട് ചുറ്റും മല മാത്രമേ ഞങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. ഒരു ചെറിയൊരു വീടാവട്ടെ, ഒരു ലൈറ്റും വെട്ടാവട്ടെ, വേറെ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഈ ആംബുലൻസ് കൂടെ കണ്ടപ്പോൾ എൻ്റെ ടെൻഷൻ, എനിക്ക് അറിയില്ല എന്തായിരുന്നു എൻ്റെ മാനസികാവസ്ഥ എന്നുള്ളത്. തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ എഗെയിൻ 1 hour 2 hour നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി വരും. ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ മലയ്ക്ക് മുകളിലെത്തി. ഈ കാണുന്നത് മല, നമ്മളെ താഴെ നിന്ന് കണ്ട മലയാണ്. ആ മലയുടെ ടോപ്പിലെത്തി. എന്റെ കണ്ടുപിടുത്തത്തിൽ മല ഇനി നമ്മൾ കേറില്ല എന്നായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, അതേ മലയുടെ മുകളിലെത്തി. നമുക്കാണെങ്കിൽ നമ്മുടെ ഫോണില് ഇതും പിടിച്ചിട്ടില്ല, റൂട്ടൊന്നും ഇല്ല. ഉള്ള റൂട്ടിലങ്ങ് പോവാ. കണ്ടോ, മലയുടെ ടോപ്പിൽ കൂടെ ഇങ്ങനെ റോഡ് പോവാ. എനിക്കൊന്ന് ഈ മല കറങ്ങി അപ്പുറത്ത് നമ്മൾ ചെല്ലണം. കണ്ടോ, എന്താ സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, നമ്മളവിടെ റീച്ച് ചെയ്തിട്ട് പറയാം. നമ്മളങ്ങനെ മലയേക്കാളും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇപ്പൊ മല പോലും കാണുന്നില്ല,
മല ഇപ്പം നമുക്ക് താഴെയാണ് കാണുന്നത്. വളരെ കുറച്ച് മാത്രമേ മല കാണുന്നുള്ളൂ. നമുക്ക് റൂട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ആണോ? ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ? ബോർഡന്നെ വെച്ചിരിക്കുന്നത് ഒരു സയൻസ് മറ്റേ കല്ലൊക്കെ ചിലപ്പോ ഇടിഞ്ഞ് വീഴുന്നുള്ള മറ്റേ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടല്ല, ധൈര്യം ഉണ്ടെങ്കിൽ വരാം അല്ലേ? അല്ലേടാ? നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യും, നല്ല കോൺഫിഡന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിന്റർ ടൈമിലും അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്തും വരാം. പക്ഷെ പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നെറ്റും കിട്ടുന്നില്ല, റൂട്ടും കിട്ടുന്നില്ല. എന്റെ ഫോണിൽ ഞങ്ങൾ ഒരുപാട് ഫോണിലൊക്കെ തപ്പി നോക്കിയിട്ടൊന്നും നമുക്ക് ഒരു രീതിയിലും നെറ്റ് പിടിക്കുന്നില്ല. അപ്പം പിന്നെ വേറെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്, ഈ വഴിയേ വേറെ വഴിയുള്ളൂ, വേറെ വഴികളൊന്നും ഇല്ല. പിന്നെ മുമ്പോട്ട് അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. ഫുള്ള് കയറ്റം. എനിക്കൊന്ന് അല്ല, മലയുടെ ടോപ്പ് എത്തിയടാ നമ്മള്. ഇതേ കണ്ടോ, നമ്മള് താഴേന്ന് കണ്ട മലയുടെ ടോപ്പ് എത്തി. കയറ്റം കേറി ഇനി അടുത്ത് ഇറക്കം വരുമ്പോഴത്തേക്ക് നമുക്ക് റേഞ്ച് കിട്ടുന്നുള്ളൂ. വീട് കണ്ടിരിക്കുകയാണ്. ഇതെന്താ ഹോം സ്റ്റേ ആണോ? ഇവിടെ അതല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരാശ്വാസം അല്ലേ ഒരു വീട് കണ്ടപ്പോ. നമ്മൾ അവിടെ ഒരു വീട് കണ്ടു ഇത്രയും കേറി വന്നപ്പോ. ഇനി ഇറങ്ങുവാണോടാ? ഇപ്പോഴും നമുക്ക് നെറ്റ് കിട്ടിയിട്ടില്ല. ഒരു മലയുടെ മുകളിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ നിരപ്പെ പൊക്കോണ്ടിരിക്കുക. നമ്മുടെ റൈറ്റ് സൈഡില് മലകളുണ്ട്, പക്ഷെ റൈറ്റ് സൈഡിലെ മലകൾ നമുക്ക് താഴെ, റൈറ്റ് അല്ല ലെഫ്റ്റ് സൈഡിലെ മലകള് താഴെയാണ് കാണുന്നത്. ഇതിലെനിക്ക് ഏറ്റവും പേടി തോന്നിയ കാര്യം, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ വെച്ച് അവിടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല പേടിയാവും. ചെറുപ്പക്കാരുടെ, കൊച്ചുകുട്ടികളുടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇങ്ങനെ മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് ആ സൈഡിൽ ബാരിക്കേഡിലായിട്ട് റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. മേ ബി ആ സ്ഥലങ്ങളിൽ ആക്സിഡന്റ് ആയി മരിച്ചവരുടെ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുന്നതായിരിക്കും. അടുത്ത നമുക്ക് അവിടെ നിന്ന് ഒരു ടീ റോഡ് പോലെ ഒരു 2 റോഡ് കയറി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ റൂട്ട് പിടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടെൻഷനുണ്ട്. പക്ഷെ രണ്ടാളും പുറത്തു പറയുന്നില്ല. പരസ്പരം ഭയങ്കര ധൈര്യത്തോടെ, ഭയങ്കര കോൺഫിഡൻറ്റോടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് വെപ്രാളപ്പെടുകയോ പേടി കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കോൺസെൻട്രേഷൻ പോവും. അവർക്കും പിന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവർക്ക് ടെൻഷൻ കൂടും. അവർക്ക് ഓൾറെഡി ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരിക്കും, എൻ്റെ കൂടെ ഒരാളുണ്ട്, ഞാൻ സേഫായിട്ട് ഡ്രൈവ് ചെയ്യണം, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിലെ ഭയം കൂടെ പുറത്തേക്ക് കാണിക്കുമ്പോൾ അവർ കൂടുതൽ വൾണറബിൾ ആവും. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലെ ആളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുടെ പേര് ലാംബ്രോ എന്നാണ്. പുള്ളിയുടെ ബ്രദർ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് വഴി തെറ്റി, നിങ്ങൾ ഗസ്റ്റ് ഹൗസിൽ നിന്നും 2 അവർ മാറിയാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിലും നല്ലത് നിങ്ങൾ പൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുന്ന് റീറൂട്ട് ചെയ്ത് പോകുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ആളുടെ ബ്രദർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾ ഗസ്റ്റ് ഹൗസിലുണ്ട്, ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക, ഞാൻ അവിടെ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളാം, ഇനി ഒരു ഇതുപോലും നിങ്ങൾ മുമ്പോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിരുന്നു. കുറച്ചു ദൂരം കൂടെ മുമ്പോട്ട് പോയി വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി കൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഫോൺ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോയിൽ കൂടെ കണ്ടൊന്നും പേടിക്കണ്ടെന്ന് കരുതി അവൻ എൻ്റെ അടുത്ത് ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ലാംബ്രോ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ലാംബ്രോയാണ് മുംബൈ പോകുന്ന കാറിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഒരു പെട്ടുപോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും ഇടയ്ക്ക് നേരെ ചെന്ന് ഞങ്ങൾ ഹൈവേ ഇതുപോലെ ഈ കാണുന്ന ഇതേ വഴി തന്നെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് നെറ്റ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ ഇടവഴി കാണിച്ചു. അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഞങ്ങൾ ആ വഴി കയറിയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ പോയി. അപ്പോൾ എന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. എന്നാൽ 2 സൈഡിൽ ബാരിക്കേഡും സാധനങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. വഴി നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു നേരെ പൊക്കൊണ്ട് ഞങ്ങൾ ആദ്യമേ ചെന്നു, ഒരു മലയുടെ അടിവാരത്തോട് നേരെ ചെന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു വളവ് ഞാൻ തിരിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കണ്ടത് മരിച്ച 2 ആൾക്കാരുടെ ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത് ആ ഒരു മലയുടെ മുകളിൽ. അവിടെ ഒരു വീടുകളും ഇല്ല, അവിടെ യാതൊരു രീതിയിലുള്ള ഒരു മീൻസ് ജനവാസം ഉണ്ടോയെന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അവിടെ അത് ഭയങ്കര ശരിക്കും ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരുന്നു. നെഗറ്റീവ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് അടിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഞാൻ അവസാനം ഞാൻ 2 കൽപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ മുമ്പോട്ട് പോകുന്നില്ല, വന്ന വഴി തന്നെ തിരിച്ചു പോവുക. ഇനിയിപ്പോൾ 2 മണിക്കൂർ 4 മണിക്കൂർ ആയാലും എവിടെ നിന്നാണോ തുടങ്ങിയത്
ആ ടൗണിലേക്ക് തന്നെ തിരിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. ഞാൻ തിരിച്ചു വന്നു. അതുപോലെ ഹൈവേ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു കട്ട റേഞ്ച്, എനിക്കൊരു മെസ്സേജ് വന്നു. എനിക്കൊരു കട്ട റേഞ്ച് അവിടെ വെച്ച് എനിക്ക് കിട്ടി. ഞാൻ അവിടെ വെച്ചാണ് ശരിക്കും ഞാൻ ലാംബ്രോയെ ഫോൺ വിളിച്ചത്. ലാംബ്രോയെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ലാംബ്രോ പറഞ്ഞു, നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, നിൻ്റെ ലൈവ് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത്, നീ ഇപ്പോൾ അവിടെ നിൽക്കുന്നിടത്തു നിന്ന് നീ മുമ്പോട്ട് പോകണ്ട, നീ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം 2.5 മണിക്കൂർ ദൂരമുണ്ട്, നീ ഒരു കാര്യം ചെയ്യാൻ തിരിച്ച് തന്നെ വരിക, തിരിച്ച് തന്നെ വന്നതിന് ശേഷം എവിടെയാണോ വെളിച്ചം കാണുന്നത് നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഹോം സ്റ്റേ പോലൊരു ഇത് കണ്ടു, ലൈറ്റൊക്കെ ആയിട്ട്. ഞങ്ങളപ്പോൾ അവിടെ വണ്ടി നിർത്തി. അപ്പോൾ വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും സത്യം പറഞ്ഞാൽ കാണുന്നില്ല. റോഡിൽ കൂടെ വിജനമായി കിടക്കുന്ന റോഡാണ്. ഞങ്ങൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ആ ഒരു ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ നിന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ് ഞങ്ങളുടെ ഓപ്പോസിറ്റിൽ കൂടെ വരുന്നത് കണ്ടു. അപ്പം ഞാൻ കരുതി ഇപ്പോൾ ലാംബ്രോ ആയിരിക്കും വരുന്നത് എന്ന് വിചാരിച്ചു. കാരണം പുള്ളി ഇനിയും വരാനായിട്ട് ഏകദേശം 1/2 മണിക്കൂർ ദൂരം എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആ ഒരു ആകാംക്ഷയിൽ പുള്ളിക്കാരനാണെന്ന് വിചാരിച്ചു. ആ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ടു, ഞങ്ങളുടെ ഇടയ്ക്ക് വന്നു, കറങ്ങി യൂട്ടേൺ എടുത്തു, നേരെ ഞങ്ങളുടെ വണ്ടിയുടെ സൈഡിൽ കൊണ്ട് നിർത്തി. ആ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്താണെന്ന് ചോദിച്ചു. അപ്പം പുള്ളിയുടെ ഭാഷയിലാണ് ചോദിക്കുന്നത്. പുള്ളിക്കാണ് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി, റിസോർട്ടിലെ കാരണം പൊയ്ക്കൊണ്ടിരുന്നത്, ഞങ്ങൾ ടൂറിസ്റ്റാണ്, ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അൽബേനിയൻ ഭാഷയെ അറിയത്തുള്ളൂ. പുള്ളി ആ ഭാഷയിലാണ് സംസാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെണ്ണെ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ആ പെണ്ണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. അപ്പോൾ പെണ്ണ് എൻ്റെ ഞങ്ങളെ തന്നു. അപ്പം ഞങ്ങൾ സംസാരിച്ചു ആ പെണ്ണിൻ്റെ ഇടയ്ക്ക്. അപ്പം എന്നിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഇതുപോലെ റിസോർട്ടിൽ ബുക്ക് ചെയ്താണ്, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി, പിന്നെ ആൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഴപ്പമില്ല, എൻ്റെ കൂട്ടുകാരനുണ്ട്, അപ്പോൾ അവൻ്റെ കയ്യിൽ ഫോണുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവൻ്റെ ഫോൺ യൂസ് ചെയ്യാം, നിങ്ങളെ കൊണ്ടുവരാൻ വരുന്ന ആരാണോ അവർ വരുന്നിടം വരെ അവനവിടെ നിൽക്കും, നിങ്ങൾക്ക് സേഫാണ്, കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ഞങ്ങളുടെ പുള്ളിക്കാരൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കി തന്നു. കുറച്ചും കൂടി ഞങ്ങൾക്ക് നെറ്റ് കിട്ടി. ലാംബ്രോ എവിടെയാണെന്ന് അറിയാൻ പറ്റി. ഇപ്പോൾ ഒരു 15-20 മിനിറ്റും കൂടെ ദൂരെ ഉള്ളൂ പുള്ളി ഞങ്ങളുടെ അടുക്കലേക്ക് എത്താനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അൽബേനിയ യാത്രയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളാണ്. ഞങ്ങൾ ശരിക്കും നോർത്ത് തൊട്ട് ഞങ്ങൾ സൗത്ത് വരെ യാത്ര ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആണെന്നറിയാം അവർ. ഇപ്പം നമുക്കൊരു ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ അതുപോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് എല്ലാം കൊടുത്തിരുന്ന ആ റിസോർട്ടിൽ നിന്ന് 2.5 മണിക്കൂർ ദൂരത്തേക്ക് ഒരാൾ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോൾ എത്ര യാത്രയാണെന്നുണ്ടെങ്കിലും ശരിക്കും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ സാധാരണ ഞാനും പൊന്നും യാത്രയിൽ സാധാരണ യാത്ര ചെയ്യാറുള്ളതാണ്. ഡ്രൈവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട്. പക്ഷേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഈ സൈഡിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഈ മരിച്ച ആൾക്കാരുടെ ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്കത് ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതുവരെ കണ്ടിട്ടില്ല. വേറെ നമ്മുടെ നാട്ടിലും അല്ലാതെ ഈ ഞാൻ നിൽക്കുന്ന രാജ്യത്തും ഒന്നും ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ ഒരു രാത്രിയിൽ കുറച്ച് ഇടുങ്ങിയ വഴിയും ആൾക്കാരും ഇല്ല, വീടുകളും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതിപ്പം ഇത്രയും അധികം ആൾക്കാരുടെ 1-2 ആൾക്കാരൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഏകദേശം ഞങ്ങളിപ്പോൾ അത്രയും ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10-12 ആൾക്കാരുടെ ഫോട്ടോസ് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അത് തന്നെ ഒരു വല്ലാത്തൊരു നെഗറ്റീവായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ. അതാണ് ഞങ്ങളെ ശരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഭയപ്പെടുത്താനായിട്ടുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൈൻഡിലേക്ക് അങ്ങനെ ഒരു പേടി ഉള്ളൊരു കാര്യം നമുക്ക് വരില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടികളും ഇല്ല, പിന്നെ ഒരു വീടുകളോ ഒരു ലൈറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ദൂരെ നിന്നും അല്ലെങ്കിൽ ഒന്നും നോക്കിയിട്ട് കാണാനും കഴിഞ്ഞില്ലായിരുന്നു. ഒക്കെ ഓരോ ഇതിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും കണ്ണ് കെട്ടി മലകളിൽ കയറുമ്പോഴത്തേക്കും കണ്ണ് കെട്ടിക്കളയും, നമ്മൾ കറക്കിക്കളയും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണോ ഒന്നും നമുക്കറിയാനും മേല. ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. നെറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിപ്പോയേനെ. പക്ഷേ എന്നാലും ഇതൊരു വല്ലാത്തൊരു അനുഭവമായിപ്പോയി. 2 വഴി കൂടെ ആവശ്യമില്ലാതെ 2 വഴി കൂടെ കയറി ഏകദേശം 1 മണിക്കൂറിനടുത്ത് നമ്മൾ യാത്ര ചെയ്തിട്ട് തിരിച്ച് അതേ 1 മണിക്കൂർ തന്നെ യാത്ര ചെയ്ത് തിരിച്ചു വന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു ഭയാനകമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ടോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് മരിച്ച 2 പേരുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാതെ ഇതായിപ്പോയി. അങ്ങ് ദേഹത്തൊക്കെ ഭയങ്കര കുളിര് കയറുന്ന ഒരു ഇതായിപ്പോയി എനിക്ക് അപ്പം തന്നെ എനിക്ക് മുമ്പോട്ട് വണ്ടി എടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ അപ്പം തിരിക്കാനായിട്ടൊരു ഗ്യാപ്പിലായിരുന്നു. ഞാൻ ഇച്ചിരി കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടു. ഞാൻ അവിടെ ഇട്ട് വണ്ടി ഒരു വിധത്തിൽ ഞാൻ തിരിച്ചു. ഞാൻ അപ്പം തന്നെ തിരിച്ച് ഞാൻ പോരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴും വിചാരിക്കുന്നത് എന്തോ വരാനായിട്ടിരുന്ന ഒരു
സമയമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അത് ദൈവകൃപ കൊണ്ടോ ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ പൂർവികരുടെയൊക്കെ ഒരു ശക്തി കൊണ്ടോ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ഞാനിപ്പോഴും കരുതുന്നത്. പിന്നെ എന്ന് പറയാൻ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു കഴുത പെട്ടെന്ന് റോഡിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ ഒരു കഴുത നിൽപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊന്നു പറയുമ്പോഴത്തേക്കാണ് അറിയുന്നത്. ഇപ്പോൾ ഇടിച്ചേനെ ഒരു കുതിര എൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടെന്നാണ് ഇവള് പറഞ്ഞത്. അത് എൻ്റെ ഇടത്തെ സൈഡിൽ ചെറിയ കൊക്കയാണ്, അവിടുന്ന് കയറി വന്ന കഴുതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കഴുതയെ കണ്ടിട്ടേ ഇല്ല. എന്തായാലും കഴുത ഇടിച്ചു ഒന്നുമില്ല. എന്തായാലും ഭാഗ്യം കൊണ്ട് വേറെ അനർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. ജീവനോടെ തന്നെ തിരിച്ചു വരാൻ പറ്റിയെന്ന് വെട്ടം കണ്ടപ്പോൾ ഒരു സമാധാനം അല്ലേ. എനിക്ക് ഇത്ര നേരം ഒരുമാതിരി ഇരുട്ടിക്കൂടെ ഓടുന്ന ഇരുട്ടിന്റെ വലയത്തിൽ കളഞ്ഞുകൊണ്ടിരിക്കുക. ഇരുട്ടിന്റെ മലയുടെയും വലയത്തിൽ ഫെറി ടിക്കറ്റ് ഇതല്ലേ. യെസ്, നമ്മളങ്ങനെ ഒമാൻ എത്തിയിരിക്കുകയാണ്. ഒമാനിലെ ഫെറി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ ക്യാസിലൂടെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ദ ഗസ്റ്റ് ഹൗസ് കാസിൽ എന്ന് പറഞ്ഞ ലാംബ്രോയുടെ റിസോർട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. Hello. Thank you for coming. Really. I don't know why you just came for us. I really appreciate what you have done for. No problem. ഇപ്പോഴാണ് ശരിക്കും ഒരു സമാധാനം വന്നത്. ഈ മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ലാത്തൊരു വ്യക്തിത്വമാണ്. അങ്ങനെ അൽബേനിയ എന്ന രാജ്യത്ത് എനിക്ക് ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടി. പുള്ളിയായിട്ട് ഇപ്പോഴും എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10:30 ഗസ്റ്റ് ഹൗസ് കാസിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. എന്നാൽ ഞങ്ങൾ എത്തിച്ചേർന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 മണിയായിരിക്കുകയാണ്. പിന്നീടുള്ള ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അവനോട് നാളത്തെ ഞങ്ങളുടെ ട്രിപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഫെറി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഞങ്ങൾക്ക് പോയിട്ട് എത്ര നേരം കൊണ്ട് വരാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചു. ആ കാര്യങ്ങളൊക്കെ അവൻ ഞങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് ശരിക്കും ഞങ്ങൾക്ക് ആ റിസോർട്ടിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്ലാനിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. നമ്മൾ ശരിക്കും ഓഫ് റോഡ് പാർക്കിംഗ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം റിസോർട്ടിലേക്ക് ഒരു 100 മീറ്ററിനടുത്ത് നമുക്ക് നടക്കാനായിട്ടുണ്ടായിരുന്നു. ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടെയാണ് നമ്മൾ ശരിക്കും നടന്നു പോകുന്നത്. നമുക്ക് ചെറിയ പൊളിഞ്ഞ ബിൽഡിങ്ങോ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം കുറച്ച് നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് മേളിൽ നമ്മുടെ പടുത ഇട്ട പോലെ മരത്തിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് ആ രാത്രിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൊമാനിയിലേക്ക് ഫെറി യാത്ര ചെയ്യാനായിട്ട് അവിടെ ധാരാളം റിസോർട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ഇതായിരുന്നു ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടുത്തൊരു റിസോർട്ട്. ഏകദേശം 9 മിനിറ്റ് ഞങ്ങൾക്ക് യാത്രയുള്ളായിരുന്നു ഫെറിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത്. കുറച്ച് നേരം ഇരുട്ടിൽ കൂടി സഞ്ചരിച്ചതിന് ശേഷം അങ്ങ് ദൂരെ ഒരു ചെറിയ മങ്ങിയ വെട്ടം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഒരു 4 ലൈറ്റൊക്കെ ആയിട്ട് ഒരു പുൽക്കൂട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെ നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷമുള്ള ഒരു വീട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ മേളിൽ ചെടികൾ ശിഖരങ്ങൾ ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പം സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് മുന്തിരി ചെടികളായിരുന്നു അത്. അപ്പോൾ അവർ ചെല്ലുമ്പോൾ തന്നെ മുന്തിരിയുടെ ഒരു സാമ്പിൾ പോലെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇതാണ് റൂമിൻ്റെ അകവശം. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു 1, 2, 3 ബെഡുകൾ ഞങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ബാത്റൂമും അതുപോലെ തന്നെ TV, അതുപോലെ തന്നെ AC, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവനോട് കുറച്ച് നേരം സംസാരിച്ചു. ഇതാണ് യാത്രയിലത്തെ ഒരു വ്യൂ. യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും അങ്ങനെ വലുതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് ആ വെട്ടമുള്ള ഇത് മാത്രമേ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയുള്ളൂ. സമയം പോയി. 40 മിനിറ്റ്സ് മുമ്പ് നമുക്ക് ഫെറിയിലെത്തണം. പക്ഷെ ഞങ്ങളിപ്പോൾ ഓൾറെഡി 15 മിനിറ്റ്സ് ലേറ്റാണ്. മുന്തിരി വള്ളികളായതുകൊണ്ട് മുന്തിരി കിടക്കുന്നത്.
രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ടിൻ്റെ അകത്ത് ഇതുപോലെ ചെറിയൊരു കടയുണ്ട്. അവിടുന്ന് ഞങ്ങൾ 2 ചായയും ഇതുപോലെ സ്നാക്സും മേടിച്ച് കഴിച്ചു. അങ്ങനെ നമ്മുടെ കൊമാനി ലേക്കിൽ കൂടി ഫെറിയിൽ നല്ലൊരു യാത്ര നടത്തി. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത സെറാൻഡയിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനിലാണ്. അപ്പം ഫെറി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഫുഡ് കഴിക്കാനായിട്ടും അല്ലെങ്കിൽ അതിനുള്ള ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനത്തെയൊക്കെ ഇതുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ ഇവിടെ നിർത്തിയിടും. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ സെറാൻഡയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫെറി അടുത്ത സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ നമ്മളെ ഇറക്കും. അവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ടു സെറാൻഡേ. അങ്ങനെ നമ്മൾ കൊമാനി ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സെറാൻഡയിലേക്ക് യാത്ര ആരംഭിച്ചു. റോട്ടിൽ വലിയ കുഴികളാണ്, വലിയ കുഴികൾ. നമ്മളിനി ടൗണിലേക്ക് പോവാം. വഴിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറുന്നില്ലേ, നമ്മൾ സനാൻഡ്ര ഒഴിവാക്കും. നമ്മൾ ഇന്നലെ 11 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് 3 മണിയായി എപ്പോഴെത്തിയത്. എക്സ്പീരിയൻസ് അത് എക്സ്പ്ലോർ ചെയ്ത് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടാലാണത് ഒരു നല്ല എക്സ്പീരിയൻസ്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ ഇന്നലെ രാത്രിയിൽ വന്ന റോഡുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ.
ഇതുപോലത്തെ നിരവധി ആളുകളുടെ ഫോട്ടോയാണ് റോഡിന്റെ പല സൈഡുകളിലായിട്ട് വെച്ചിരിക്കുന്നത്, മരിച്ചുപോയ ആൾക്കാരുടെ. ആ ഒരു സമയത്ത് രാത്രി 12 മണി 1 മണി ആ ഒരു സമയത്ത് അങ്ങനത്തെ ഫോട്ടോസ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വളരെ ഒരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു ശരിക്കും നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ മലയോര പ്രദേശങ്ങൾ വിട്ടു ഞങ്ങൾ ജനവാസ മേഖലയിലേക്ക് പതിയെ ഇറങ്ങിയിരിക്കുകയാണ്. 500 ലീക്ക്, ഇത് 2000 ലീക്ക്, 5000 ലീക്ക്, 5000 ലീക്ക്, 5000 ലീക്ക്, 5000 ലീക്ക്, 5000ത്തിൻ്റെ ഒറ്റ നോട്ടാ. ഇതാന്ന് തോന്നുന്നു ഇവിടുത്തെ ടോപ്പ് മണി. ഞാൻ വിചാരിച്ചു 2000 ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുക, ബട്ട് എന്തായാലും അല്ല. ഓക്കെ, നമുക്കിനി യാത്രയാകാം. സെറാണ്ടായി. കമോമിൽ ടീ, ആൽപൈൻ മിൽക്ക ചോക്ലേറ്റ്. ഞങ്ങൾ കൊമാനിൽ നിന്ന് സെറാണ്ടയിൽ ഏകദേശം എത്താൻ 11 മണിയാകും. അപ്പം ഞങ്ങളൊരു ഓൺലൈനിൽ booking.com ഞങ്ങൾ ഒരു റിസോർട്ട് അവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് ചാറ്റ് ചെയ്ത് കീയൊക്കെ എവിടെ വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ എല്ലാം റെഡിയാക്കി സെറാണ്ടയിൽ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ അടുത്തോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ടോൾ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കവിടെ ഫ്രീ ആയിരുന്നു. നമ്മളിപ്പോൾ ഡറസ് എന്ന് പറഞ്ഞ വഴിയിലേക്ക് കയറി. ഇതിൽ നേരെ പോവാണെങ്കിൽ തിരാന, നമ്മൾ ആദ്യം ഫ്ലൈറ്റ് വന്നിറങ്ങിയ സ്ഥലം. ഇപ്പം അവിടുന്ന് ഡറസിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ സെറാണ്ടയിലേക്ക് പോകുന്നത്. നമുക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റിയുണ്ട്. നമ്മൾ ഇന്ന് മാപ്പൊക്കെ നോക്കി കൃത്യമാക്കിയിട്ടേ പോകുന്നുള്ളൂ. കാരണം നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു വളവ് കയറിയപ്പം, അതായത് സെറാണ്ടയിലേക്കുള്ളൊരു വളവ് കയറിയപ്പം നമുക്ക് ലൊക്കേഷൻ നഷ്ടപ്പെട്ടു. അൺനോൺ ലൊക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ ഒരു സ്ഥലമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നെറ്റ് കിട്ടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് അവൻ കയറിയിരിക്കുകയാണ്. നമ്മളിനി മാപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടുന്ന് മൂവ് ചെയ്യും. നമ്മൾ സെറാണ്ടയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 3 കൂടി ജംഗ്ഷൻ വന്നു. അത് ഒരെണ്ണം തിറാനയിലേക്കും ഒരെണ്ണം ജിറോകാസ്റ്ററിലേക്കും ഒരെണ്ണം സെറാണ്ടയിലുമായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ആ സെറാണ്ടയിലേക്കുള്ള വഴി കയറിയപ്പോൾ നമ്മുടെ നെറ്റ് വിട്ടുപോയി. അപ്പം നമ്മൾ ഇന്നലത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ തന്നെ വണ്ടി നിർത്തി തിരിച്ചു പോയി. നെറ്റ് കിട്ടി. പിന്നെ വീണ്ടും കുറച്ച് മുമ്പോട്ട് മൂവ് ചെയ്തപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നെറ്റ് കിട്ടി. ആ നെറ്റിൽ നമ്മൾ മാപ്പ് നോക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഡെസ്റ്റിനേഷൻ നമ്മൾ ഇന്നലെ കണ്ട പോലെ എവിടുന്നാണ് തിരിയേണ്ടതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി നോക്കിയിട്ടാണ് എല്ലാം നോക്കിയിട്ടാണ് കയറുന്നത്. കാരണം ഏത് നിമിഷം എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് നമ്മുടെ നെറ്റ് ലോസ് ആവാം. നെറ്റ് ലോസ് ആയാലും നമുക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നോക്കി വെക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കാം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ഇന്നലത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ ഡെസ്റ്റിനേഷൻ ഇരിക്കുന്നിടം വലിയൊരു സിറ്റിയാണ് കാണിക്കുന്നത്. ഒരുപാട് ഷോപ്പുകളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ള ഒരു സിറ്റിയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ പോയ സ്ഥലം എന്ന് വെച്ചാൽ അങ്ങനല്ല. അത് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട്. ഇന്നലെ അവൻ ലാംബ്രോ ബ്രദർ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മള് പെട്ടേനെ. അതെ. അപ്പോൾ ശരി ഗായ്സ്, ഞാൻ സിറ്റി എത്തുമ്പോൾ നമുക്ക് കാണാം. കണ്ണടിച്ചുപോയി. ഇത്രയും നേരം ഇരുട്ടി കൂടെ പോയിട്ട് ലൈറ്റ് കണ്ടപ്പോഴത്തേക്കും നമ്മളിപ്പോൾ യാത്ര ആരംഭിച്ചിട്ട് ഏകദേശം 6 മണിക്കൂറിനടുത്തായി. ഇനിയിപ്പം ഏതാനും 28 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ സെറാണ്ടയിൽ എത്തിച്ചേരും. സെറാണ്ട ബീച്ച്.
അങ്ങനെ ഞങ്ങൾ സറാണ്ടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒമാനിയിൽ നിന്ന് സറാണ്ടയിലേക്ക് യാത്ര ആരംഭിച്ചതായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സറാണ്ടയിൽ എത്തി ഞങ്ങൾ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചായിരുന്നു സറാണ്ടയിൽ നിന്ന്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.